നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് പല്ല് മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സാ മാർഗ്ഗങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ നിർമ്മൽ ജോർജ് സാഹിബുവാണ്. ഡോക്ടർ നിർമ്മൽ ജോർജ് അടൂരുള്ള മോസസ് ഇന്റർനാഷണൽ ഡെന്റൽ കെയറിലെ പ്രോസ്റ്റോഡോണ്ടിസ്റ്റാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, പല്ല് എന്ന് പറയുന്നത് ഒരാളുടെ മുഖസൗന്ദര്യവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഒരു അവയവമാണ്. ഒപ്പം തന്നെ പല്ലിന് ഒത്തിരി ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ചെയ്യാനുമുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും. ഈ പല്ലിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും ഒരാളുടെ വ്യക്തിത്വത്തെയും വ്യക്തിജീവിതത്തെയും വളരെയധികം ബാധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ പല്ലിനുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ആത്മവിശ്വാസത്തെയും വളരെയധികം ബാധിക്കും. പല്ലിനുണ്ടാകുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പല്ല് നഷ്ടപ്പെടുക അല്ലെങ്കിൽ പല്ലിൻ്റെ രൂപമാറ്റം സംഭവിക്കുക എന്നുള്ളത്. ഇതിനുള്ള ചികിത്സകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയാണ് പല്ല് മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സാ രീതികൾ? പല്ല് നിലനിർത്താനാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പറയാറുള്ളത്. അതിനുള്ള ആധുനികമായ ചികിത്സാ രീതികളെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. പല്ല് മാറ്റിവെക്കുന്നതിന് മുമ്പേ തന്നെ പല്ല് എങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. വളരെ സർവ്വസാധാരണമായിട്ട് പല്ല് നഷ്ടപ്പെടാനുള്ള റീസൺ പല്ലിൽ പോടുണ്ടാവുക, അതേപോലെ തന്നെ മോണരോഗം ഉണ്ടാവുക, മൂന്നാമതായിട്ട് ആക്സിഡൻസ് മുഖേന പല്ല് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലം. ഇതാണ് സാധാരണമായിട്ട് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസ്. അതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയുമായിട്ട് പൂർണ്ണമായിട്ടും പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗികളിൽ നിന്ന് അവരുടെ ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. പല്ലിന് കേട് വരുന്നതും മോണരോഗം ഉണ്ടാകുന്ന പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആഹാരം മുഖേന ഉണ്ടാകുന്ന അസുഖങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. പല്ലിൽ ആഹാരം പറ്റിപ്പിടിച്ച് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, അതായത് പല്ല് ക്ലീൻ ചെയ്യുക അതൊന്നും ചെയ്തില്ല എങ്കിൽ പല്ലിൽ ഇനാമലിൻ്റെ മണ്ടയ്ക്ക് ഡാമേജ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ പല്ലിൻ്റെ മോണയുടെ ചുറ്റും ആഹാരം പറ്റി പിടിച്ച് കഴിഞ്ഞാൽ മോണയും പല്ലും തമ്മിൽ, അതുപോലെ മോണ എല്ലും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് പല്ലിന് അസുഖങ്ങൾ ബാധിക്കുന്നു. അതുപോലെ തന്നെയാണ് ആക്സിഡൻസ് ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിലാണ് പല്ലിന് പ്രശ്നങ്ങൾ സംഭവിക്കുക. അതിൽ ഒന്നാമത്തേത് പല്ല് പൂർണ്ണമായിട്ട് നമുക്ക് ഇളകി വരിക, അല്ല എങ്കിൽ പല്ല് ഭാഗികമായിട്ട് ഡാമേജ് സംഭവിക്കുക, അതായത് പല്ലിൻ്റെ അറ്റം പൊട്ടിപ്പോവുക, അത് അല്ലെങ്കിൽ പല്ല് നേരെ നടുവ് വെച്ച് പൊട്ടിപ്പോവുക. പല്ലിന് മൂന്നാല് ആവരണമുണ്ട്. ഏറ്റവും മുകളിലായിട്ട് ഇനാമൽ എന്ന് പറയും, പിന്നെ ഉള്ളിലെ ഡെൻറ്റിൻ, അതിൻ്റെ ഉള്ളിലെ മജ്ജ അല്ലെങ്കിൽ പൾപ്പ്, പിന്നെ സിമെൻറ്റും ഉണ്ടാവും. ഇനാമൽ ഡെൻറ്റിൻ വരെയാണ് നമ്മുടെ പൊട്ടൽ സംഭവിച്ചെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് ട്രീറ്റ്മെൻറ്റ് പല്ലിൻ്റെ അതേ കളറുള്ള ഫില്ലിംഗ്, കോമ്പോസിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഫില്ലിംഗ് മെറ്റീരിയൽസ് ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് പല്ല് ഫില്ല് ചെയ്യാം. ഇനി അതല്ല, പുതിയ ന്യൂവർ മെത്തേഡ്സ് ഉണ്ട്, അതായത് പുതിയ മാർഗ്ഗങ്ങളുണ്ട്. ഡെൻറ്റൽ വെനീഴ്സ് എന്ന് പറഞ്ഞത് പല്ലിൻ്റെ മുകളിൽ ഒരു ചെറിയ ലെയർ പോലെ സിറാമിക്സ് ഒട്ടിച്ച് വെക്കുകയാണ്. പല്ലിൻ്റെ അതേ ഷേപ്പ് നിലനിർത്താൻ അത് വളരെയധികം സഹായിക്കുന്നു. പല്ല് നടുവേ പൊട്ടുക, അതായത് ഇനാമൽ കഴിഞ്ഞു പൾപ്പ് വരെ കേടെത്തിയെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മാർഗ്ഗം പല്ലിൻ്റെ മജ്ജ എത്തിക്കഴിഞ്ഞ് ഇപ്പോൾ ലേസർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പൾപ്പ് ക്യാപ്പിംഗ് ഒക്കെ ചെയ്യാം. അതല്ല എങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പകരം ക്യാപ്പ് ചെയ്യാൻ സാധിക്കും. ചികിത്സാ രീതികളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, സമീറയാണ് വിളിക്കുന്നത്. സമീറ, എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? മകൻക്ക് വേണ്ടിയിട്ടാണ്. എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? കക്കാട്, മലപ്പുറം ജില്ല, കക്കാട്. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ സംശയം. ഹലോ 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 അപ്പൊ എന്റെ മകൻക്ക് 8 വയസ്സുണ്ട്. അവന്റെ മേലെ നിരയത്തെ പല്ല് പറഞ്ഞ് വന്ന പല്ലാണ്, പക്ഷെ വന്ന പല്ലിനും ഒടിഞ്ഞു പോകുന്ന രീതിയിൽ കാണുന്ന. സാധാരണയായിട്ട് കേട്ടത്തോളം മനസ്സിലാക്കുന്നത്, സാധാരണ പല്ല് ജന്മനാ ഉണ്ടാകുന്ന ചില ജന്മവൈകല്യങ്ങൾ കൊണ്ട് പല്ലിൻ്റെ ഇനാമലിന് ഡാമേജ് സംഭവിക്കുന്നു. അത് ഇങ്ങനെ പല്ല് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഫ്ലോറോസിസ് പോലെ അതിലും ഇതുപോലത്തെ വൈകല്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് കേട്ടിടത്തോളം മനസ്സിലാക്കി വെച്ച് പറയുകയാണെങ്കിൽ അടുത്തുള്ളൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് അത് ഫ്ലോറോസിസ് മുഖേനയാണോ അതോ ഇനാമലിനുണ്ടാകുന്ന ഡാമേജ് കൊണ്ടാണോ സംഭവിച്ചതെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ക്യാപ്പ് അല്ലെങ്കിൽ ഫില്ലിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഇത് നേരെയാക്കാൻ സാധിക്കും. അത് ഈ പ്രായത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണോ? തീർച്ചയായിട്ടും ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റും. 8 വയസ്സായ കുട്ടിയാണെങ്കിൽ ഫ്രണ്ടിലത്തെ മുൻനിരയിൽ നടുക്കലത്തെ പല്ലൊക്കെ ആണെങ്കിൽ റൂട്ട് ഫോർമേഷൻ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. 2 പല്ലാണ്, ഒന്ന് കളർ മാറ്റമുണ്ട്, ഒന്ന് ഒരു പല്ലിനേക്കാളും കുറച്ചും കൂടി നീളം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആ പല്ലാണ് പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഇതായിരിക്കാം. ഇതല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് പല്ലിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് തിരക്കുന്ന സ്കൂളിൽ വെച്ചിട്ടോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ പല്ലിൻ്റെ ഒരു എക്സ്റേ ആദ്യം ഫസ്റ്റ് തന്നെ അവനക്ക് വന്നത് പുഴുപ്പല്ലാണ്. ഒരു 3 വയസ്സ് വരെ പല്ലിനൊരു കേടില്ലായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പുഴുപ്പല്ലായി മാറി. അത് പറഞ്ഞു വന്നപ്പോഴും ആ പുഴുപ്പല്ലിന്റെ രീതിയിലാണ് കാണുന്നത്. ഇത് മേ ബി അത് ഇനാമൽ ഫോർമേഷനുള്ള ഡാമേജ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് അതിനൊരു ട്രീറ്റ്മെൻറ്റ് തേടണം. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ പാലക്കാട് നിന്നാണ്. പേരെന്താണ്? സുനിത.
സുനിത ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, ഹലോ. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ആ. ഹസ്ബൻഡിന്റെ പല്ലിന്റെ ഫ്രണ്ടില് പാതി പൊട്ടി പോലെയാണ്. ആ. അപ്പൊ അത് എന്താ ചെയ്യാ? അതെങ്ങനെയാണ് ഇത് സംഭവിച്ചത്? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പല്ല് കുറച്ച് പൊന്തി പോലെ ആയിരുന്നു. അപ്പൊ അവര് ചെറുപ്പത്തിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയത് എങ്ങനെയോ ആയതാന്നാ തോന്നണേ. അതെ, പല്ലിന് ഇപ്പോൾ കളർ വ്യത്യാസം വല്ലതും ഉണ്ടോ? കളർ വ്യത്യാസമുണ്ട്. യെല്ലോ ഷെയ്ഡാണ്. തൊട്ടടുത്ത പല്ലിനെക്കാട്ടിൽ കളർ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ തൊട്ട പല്ലും ഒരു ബ്ലാക്ക് പോലെയൊക്കെ ആയിട്ടാ. അതെയാണ്. സാധാരണയായിട്ട് ആക്സിഡൻറ്റ്സ് മുഖേന ഉണ്ടാകുന്ന ഒരു ക്ഷത ഏറ്റി കഴിഞ്ഞാൽ പല്ലിനേക്കുള്ള നെർവ് സപ്ലൈ, അതായത് ഞരമ്പിനുള്ള ബന്ധം വിച്ഛേദിച്ചിട്ട് പല്ലിന് ഉണ്ടാകുന്ന ഡാമേജാണ് സാധാരണയായിട്ട് ഇങ്ങനെ കളർ വ്യത്യാസമായിട്ട് ഉണ്ടാകുന്നത്. എന്നിട്ട് നമുക്ക് ഇതിനുള്ള മാർഗ്ഗങ്ങൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റും ക്യാപ്പുമാണ് സാധാരണയായിട്ട് ഉള്ളത്. ഇതുപോലെ അതുകൊണ്ട് പ്രശ്നം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ചെയ്യുന്നത് തന്നെയാണ് വളരെ നല്ലത്. അല്ലെങ്കിൽ ഊനിൻ്റെ ചുവട്ടിലായിട്ട് വേരിൻ്റെ ചുവട്ടിലായിട്ട് ഇൻഫെക്ഷൻ ഇരുന്ന് പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത, നീര് പോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികമാണ്. വിളിച്ചതിനെ വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് പല്ല് മാറ്റിവെക്കുന്നതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. റൂട്ട് കനാൽ ചികിത്സാ രീതി വരെ പറഞ്ഞിരുന്നു. തുടരാം. ഓക്കെ. സാധാരണയായിട്ട് ആക്സിഡൻറ്റ്സ് മുഖേന ഉണ്ടായതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് തന്നെ വന്നത്. അടുത്തതായിട്ട് നമുക്ക് പല്ല് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യും? അതിന് നമുക്ക് 2 മാർഗ്ഗങ്ങളാണ്. ഊരിയെടുക്കുന്ന പല്ലും ഫിക്സ് ചെയ്യുന്ന പല്ലും. ഫിക്സ് ചെയ്യുന്ന വെച്ചാൽ സ്ഥിരമായിട്ട് ഉറപ്പിച്ച് വെക്കുന്ന പല്ലും. ഊരിയെടുക്കുന്ന പല്ലിൽ നമുക്ക് വീണ്ടും 2ആയിട്ട് മാറ്റി വെക്കാം. ഒന്നാമത്തെ കാര്യം താൽക്കാലികമായി വെക്കുന്ന പല്ലുകൾ, അതായത് ടെമ്പററി പ്രോസസ്സസ് എന്ന് ഞങ്ങൾ പറയും. രണ്ടാമത്തത് സ്ഥിരമായിട്ട് വെക്കുന്ന മാർഗ്ഗം. ടെമ്പററി പ്രോസസ്സസ് ഊനിൻ്റെ സഹായത്തിലാണ് നമ്മൾ പല്ല് വെക്കുന്നത്, ഊരിയെടുക്കുന്ന പല്ലുകൾ. സ്ഥിരമായിട്ടുള്ള പ്രോസസ്സസ് വെക്കുന്നത് പല്ലിൻ്റെ സഹായത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ പകുതി പേഷ്യൻസും എപ്പോഴും ബുദ്ധിമുട്ടാണെങ്കിൽ എപ്പോഴും എടുക്കുക, കഴുകുക, വൃത്തിയാക്കി വെക്കുക, ഇതെപ്പോഴും അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് സാധാരണയായിട്ട് പേഷ്യൻസ് എപ്പോഴും ഫിക്സ് ചെയ്യുന്ന പല്ലിനെ തന്നെയാണ് താല്പര്യപ്പെടുക. ഫിക്സ് ചെയ്യുന്ന ഓപ്ഷന് നമുക്ക് 2 മാർഗ്ഗമാണ് ഉള്ളത്. അതിൽ ഒരു മാർഗ്ഗത്തിൻ്റെ പേര് ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, അല്ലെങ്കിൽ ബ്രിഡ്ജിങ് എന്നൊക്കെ പറയും, ചിലർ ബ്രിഡ്ജ് എന്ന് പറയും. രണ്ടാമത്തെ മാർഗ്ഗം ഡെൻ്റൽ ഇംപ്ലാൻറ്റ്സ് ആണ്. ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കേൾക്കുന്ന വാക്കാണ്, പാലം എന്നുള്ള വാക്ക് തന്നെയാണ്. ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് ബന്ധിപ്പിക്കുകയാണ് ബ്രിഡ്ജിൻ്റെ ധർമ്മം. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പല്ലിൽ നഷ്ടപ്പെട്ട പല്ലിൻ്റെ തൊട്ടടുത്ത പല്ലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. ബ്രിഡ്ജിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് വയനാട്ടിൽ നിന്നാണ് ജാഫർ എന്ന് പറയുന്ന ആളാണ്. ജാഫർ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. സാറേ നമസ്കാരം. നമസ്കാരം. സാറേ, എൻ്റെ മോനിക്കായിരുന്നു 5 വയസ്സായി. അവൻ്റെ പിന്നെ പുഴു പിടിച്ചിട്ട് ഫ്രണ്ട് വരെയുള്ള പല്ല് മുഴുവനും പോയി. ഓക്കെ. അപ്പോൾ അതിലിപ്പോൾ അത് ബാക്കിയുള്ള പല്ലൊന്നും അങ്ങനെ കേടില്ല. അതെന്താ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി ചെയ്തു സാർ. സാധാരണയായിട്ട് ഇതിൻ്റെ മുൻനിരയിലെ പല്ലുകൾ കേടുപിടിക്കുന്നത് ശുചിത്വ ഇല്ലായ്മ മൂലമാണ്. നേരം ഫ്രണ്ടിലത്തെ 5 വയസ്സായ കുട്ടിയുടെ പല്ല് 6 വയസ്സാകുമ്പോഴാണ് സാധാരണ 6 വയസ്സാകുമ്പോഴത്തേക്ക് സാധാരണ പറഞ്ഞു പോകേണ്ടതാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഡിലേഡ് ആവും, കുറച്ചുകൂടി നീണ്ടു പോകാനുള്ള സാധ്യത വളരെ ഉണ്ട്. അതുകൊണ്ട് ഇത് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റാണ് ഈ ഒരു പീരീഡിൽ അത്യാവശ്യമാണോ എന്ന് നോക്കണമെങ്കിൽ ഒരു എക്സ്റേയുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എക്സ്റേ എടുത്തിട്ട് അതിലേക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സുകൾ കൊടുക്കേണ്ടതാണ്. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ചികിത്സാ രീതികളിലേക്ക് കൂടുതൽ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേളയുണ്ട്. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. പല്ല് മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇത് ആക്ച്വലി മനോജ് എന്ന് പറയും. പേരെന്താണ്? മനോജ്. മനോജ്, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ. ഹലോ. ഡോക്ടറെ, ഇത് മനോജാണ് ആഴ്ചയിൽ നിന്നും. ഓക്കെ. ഹലോ. കേൾക്കുന്നുണ്ട്. ഈ പല്ലിലെ അടിയിലെ ഏറ്റവും അങ്ങേ അറ്റത്തെ പല്ലില് കറുപ്പ് കളരം പോലെ നല്ലൊരു ദ്വാരം പോലെ, എന്ത് ചെയ്യാൻ പറ്റും? പല്ലിന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, പല്ലിന് സാധാരണയായിട്ട് പുറത്ത് കാണുന്ന ഇനാമൽ എന്ന് പറഞ്ഞൊരു ലെയറാണ്. അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ആവരണം പോലെ, പല്ലിനെ പൊതിഞ്ഞിട്ടൊരു ആവരണമാണ് ഇനാമൽ. അതിൻ്റെ ഉള്ളിലാണ് ഡെൻറ്റി എന്ന് പറഞ്ഞത്. ഈ പല്ലിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഇരിക്കുന്ന ആവരണത്തെ, അതായത് ഇനാമലിൽ അണുബാധ മൂലമുണ്ടാകുന്ന പ്രശ്നമാണ് ഈ കറുത്തിട്ട് കാണുന്നത്.
അത് നമ്മൾ നേരത്തെ ട്രീറ്റ്മെൻറ്റ് വേദന ഉണ്ടാകുന്നതിന് മുമ്പ് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോയിട്ട് പല്ലിൻ്റെ ഉള്ളിലൊരു മജ്ജയുണ്ട്. മജ്ജ എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ ഒരു കൂട്ടമാണ്. ആ ഞരമ്പുകൾക്ക് ഡാമേജ് സംഭവിച്ചാൽ വേരിൻ്റെ ചുവട്ടിൽ പഴുപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വേദന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ കേട് എടുത്ത് കളഞ്ഞിട്ട് അതിന് ഫില്ലിംഗ് മെറ്റീരിയൽസ് വെച്ചിട്ട്, അതായത് ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ വെച്ചിട്ട് പല്ല അടയ്ക്കുകയാണ് അതിന് ട്രീറ്റ്മെൻറ്റ്. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ ബ്രിഡ്ജിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്, ഒന്ന് വിശദീകരിക്കാമോ? ബ്രിഡ്ജ് സാധാരണയായിട്ട് അടുത്ത ഒരു പല്ല് നഷ്ടപ്പെട്ട തൊട്ടടുത്ത 2 പല്ലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നതിന്. ബ്രിഡ്ജ് പല രീതിയിൽ നമുക്ക് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. മെറ്റൽ വിത്ത് സെറാമിക് ഉണ്ട്, ഫുള്ള് മെറ്റൽ ഇല്ലാണ്ടുള്ള സെറാമിക് വെച്ച് നമുക്ക് ബ്രിഡ്ജുകൾ ചെയ്യാം. ഈ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത 2 പല്ലിന് രൂപമാറ്റം സംഭവിച്ചിട്ട് മാത്രമേ നമുക്കതിലേക്ക് ബ്രിഡ്ജ് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബ്രിഡ്ജിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഊരി മാറ്റേണ്ട എന്നുള്ളത് തന്നെയാണ്. ആഹാരം സാധാരണ പോലെ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ആഹാരം ചവച്ചരച്ച് തന്നെ കഴിക്കാം. സംസാരത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. മൂന്നാമത് അതേപോലെ തന്നെ ഭംഗിക്കും വളരെ അത്യാവശ്യമാണ്. ഈ 3 കാര്യത്തിനും നമുക്ക് വളരെ പ്രയോജനമാണ്. അപ്പോൾ തന്നെ ഇംപ്ലാന്റേഷനും ഉണ്ട്. എന്താണ് ഇംപ്ലാന്റേഷൻ? ഇംപ്ലാന്റേഷൻ, ഡെൻ്റൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരു ടൈറ്റാനിയം ലോഹം ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, അതാണ് ഇംപ്ലാന്റേഷൻ. എന്ത് സാധനവും ഉള്ളിലേക്ക് വെക്കുന്നതിനൊരു ഇംപ്ലാന്റേഷൻ എന്ന് പറയാം. ഈ ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ ലോഹത്തിന് ഏറ്റവും വലിയ പ്രത്യേകത ശരീരത്തിൻ്റെ യാതൊരു ദൂഷ്യ ബലങ്ങളും ഉണ്ടാക്കുന്നില്ല. ഈ ചെറിയൊരു സ്ക്രൂ പോലത്തെ ഒരു സാധനമാണ്. അത് പല്ലിൻ്റെ വേര് പോലെ തന്നെ ഇരിക്കും. അത് നഷ്ടപ്പെട്ട പല്ല് എവിടെയാണോ ഉള്ളത് അവിടെ എല്ലിനുള്ളിലേക്ക് ചെറിയൊരു സർജിക്കൽ പ്രൊസീജിയർ, അതൊരു വലിയ സാധാരണ പേഷ്യൻ്റ് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു ഭാഗമാണ് സർജറി എന്ന് പറഞ്ഞ വാക്ക്. ഇത് സർജറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഒരു പ്രൊസീജിയർ അത് ചെയ്തിട്ട് എല്ലിനുള്ളിലേക്ക് ഘടിപ്പിക്കുക. ഇതിനാണ് ഇംപ്ലാന്റ് എന്ന് പറയുന്നത്. ഇംപ്ലാന്റിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഇത് അനീഷ് പള്ളിപ്പുറത്ത്, പാലക്കാട് ജില്ല പള്ളിപ്പുറത്ത് വിളിക്കുന്നത്. അനീഷ്, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ. ഹലോ, കേൾക്കാം. പിന്നെ ഞാൻ ഈ ചിക്കൻ കഴിക്കുന്ന സമയത്ത് ഈ പെട്ടെന്ന് കടിച്ചപ്പോ പല്ല് ഭയങ്കര വേദന, അണക്കില് പല്ലാണ്. അതിപ്പോ ഭയങ്കര വേദന ഉണ്ട്. പിന്നെ അത് നേരെ തലയ്ക്ക് ഇങ്ങനെ ചെറിയൊരു വേദന എടുക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ആഹാരം കഴിക്കുമ്പോൾ പല്ലിൻ്റെ ഇടയ്ക്ക് ആഹാരം തങ്ങിയിരിക്കാറുണ്ടോ? ഇല്ല. ഇപ്പോൾ സാധാരണയായിട്ട് ബ്രഷ് ചെയ്യുമ്പം ബ്ലീഡിങ് ഒക്കെ വരാറുണ്ടോ? രക്തം വരാറുണ്ടോ? ഇല്ല. ഇത് എത്ര നാളായി കണ്ടു തുടങ്ങിയിട്ട്? ഇത് 2 ദിവസം മുന്നേ ഞാൻ ചിക്കൻ കഴിക്കുന്ന സമയത്ത് കടിച്ചപ്പോ പല്ല് പെട്ടെന്ന് നല്ലൊരു വേദന വന്നു. പിന്നീട് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വേദന ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് തലയ്ക്ക് ഇങ്ങനെ ഒരു വേദന പോലെ തോന്നുന്നുണ്ട്. താഴത്തെ പല്ലാണോ ഇത്? മേലത്തെ മേലത്തെ പല്ല്. ഓക്കെ. സാധാരണയായിട്ട് പല്ല് പോടുണ്ടെങ്കിൽ പല്ലിൽ ഉണ്ടാവുകയാണെങ്കിലാണ് സാധാരണയായിട്ട് ഇങ്ങനെ ഉണ്ടാവുന്നത്. അത് 2 പല്ലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കേട് സംഭവിച്ചാൽ നമുക്ക് ഇതുപോലത്തെ വേദന ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ, സൈനസൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വന്നാലും നമുക്ക് ഇതുപോലത്തെ വേദനയുണ്ടാവാം. അതിന് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് പല്ലിൻ്റെ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. ആ പർട്ടിക്കുലർ ഏരിയയിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. ഏത് ഭാഗത്താണോ വേദനയുണ്ടത് അവിടുത്തെ ഒരു എക്സ്റേ എടുത്ത് നോക്കുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ സമീപിച്ചാൽ അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാൻ സാധിക്കും. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, നമ്മൾ ഇംപ്ലാന്റേഷനെ കുറിച്ച് പറയുകയായിരുന്നു. പല്ലിന് ഉള്ളിലേക്ക് ലോഹം കടത്തുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു, വിശദീകരിക്കാവോ? സാധാരണയായിട്ട് ഒരു പ്രായപൂർത്തിയായ ഒരാൾക്കൊരു 18 വയസ്സൊക്കെ അടുപ്പിച്ച് അതിന് ശേഷമാണ് സാധാരണ ഇംപ്ലാന്റ്സ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഫോർമേഷൻ കഴിഞ്ഞിട്ട് ശേഷമാണ് ഇംപ്ലാന്റ്സ് നമ്മൾ സാധാരണ പ്ലേസ് ചെയ്യുന്നത്. ഇംപ്ലാന്റ്സിന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലിൻ്റെ പ്രത്യേകത നോക്കണം. എത്രമാത്രം വീതി നമുക്ക് എല്ലിന് വിഡ്ത്ത് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഹൈറ്റ് ഉണ്ട്, ഇതൊക്കെ ആസ്പദമാക്കിയായിരിക്കും നമ്മൾ ഇംപ്ലാന്റിൻ്റെ സൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അന്നേരം ഇംപ്ലാന്റ്സ് മാർക്കറ്റിൽ ഒത്തിരി കമ്പനിയുണ്ട്, അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നിരുന്നാലും ക്വാളിറ്റി ഓഫ് ഇംപ്ലാന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെലക്ട് ചെയ്യുമ്പോൾ, പ്ലേസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ. അന്നേരം ഇംപ്ലാന്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 6 ആഴ്ചയ്ക്ക് ശേഷം, സാധാരണയായിട്ട് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന മാർഗ്ഗം 6 ആഴ്ചയ്ക്ക് ശേഷമാണ് അതിൻ്റെ മണ്ടയ്ക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു രീതി മാറിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഉടനെ തന്നെ നമുക്ക് ഇംപ്ലാന്റിൻ്റെ മുകളിൽ ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ലോഡിങ് എന്നതിന് പറയുന്നത് അങ്ങനത്തെ ഒരു മാർഗ്ഗം നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പം ഒരാൾക്ക് പല്ല് നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ, പല്ല് ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഏത് ചികിത്സയാണ് ചെയ്യേണ്ടത്? ബ്രിഡ്ജിങ് ആണോ, ഇംപ്ലാന്റിങ് ആണോ, എന്താണ് വേണ്ടത്? സാധാരണയായിട്ട് ആദ്യമേ തന്നെ നോക്കുന്നത് പല്ലിന് ഇളക്കം സംഭവിച്ചിട്ടുണ്ടോ.
ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ ചെയ്യുന്ന ആക്സിഡൻറ്റ് സംഭവിച്ച ഉടനെ തന്നെ പല്ലിൻ്റെ ഇളക്കം സംഭവിച്ച പല്ല് അടുത്ത പല്ലുമായിട്ട് ഫിക്സ് ചെയ്തിട്ട് ഇളക്കം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. കഴിവതും പല്ലെടുത്ത് കളയാൻ ശ്രമിക്കാറില്ല. ചില കണ്ടീഷനിൽ പല്ലിൻ്റെ ഏകദേശം നടുഭാഗത്ത് വെച്ച് മുറിഞ്ഞു പോയാൽ മാത്രമേ നമ്മൾ പല്ല് മാറ്റേണ്ട അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ. പല്ല് ടോട്ടലി റീപ്ലേസ് ചെയ്താൽ, ടോട്ടലി എടുത്ത് മാറ്റിയാൽ മാത്രമേ നമ്മൾ ബ്രിഡ്ജിങ്ങോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇല്ല എങ്കിൽ അതിൻ്റെ നമുക്ക് നിലനിർത്താൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ക്യാപ്പ് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്യുന്നത് തന്നെയായിരിക്കും ബെസ്റ്റ് മെത്തേഡ്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? കേൾക്കാമോ? ഹലോ ഹലോ, ടി വി മ്യൂട്ട് ചെയ്തതിന് ശേഷം സംസാരിക്കാമോ? ആരാണ് വിളിക്കുന്നത്? മോയിൻ എന്ന് പറഞ്ഞ ആളാ. എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഇത് കാലിക്കറ്റ്. ടി വി ശ്രദ്ധിക്കാതെ ചോദിക്കണേ. ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. മോയിൻ എന്ന് പറഞ്ഞ ആളാ. കാലിക്കറ്റ്. ഹലോ സർ. ഹലോ സർ, കേൾക്കാം. ആ കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഡോക്ടർ, ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റിൽ പല്ല് പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. പൂർണ്ണമായും ഊരി മാറ്റപ്പെട്ട ഒരു പല്ല് നമുക്ക് പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ? അതോ സാധാരണയായിട്ട് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഒരു 30 മിനിറ്റിനുള്ളിൽ ആ നഷ്ടപ്പെട്ട പല്ലുമായിട്ട് അടുത്തുള്ള ഡെൻ്റൽ ക്ലിനിക്കിൽ എത്തിച്ചേരുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. സാധാരണയായിട്ട് ഈ ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ പലരും ചെയ്യുന്നത് പല്ല് കളയുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഒന്നുകിൽ തുപ്പലിലിട്ടിട്ടോ വായിൽ തന്നെ ഇട്ടുകൊണ്ട് ക്ലിനിക്കിൽ ചെല്ലുക, അല്ലെങ്കിൽ പാൽ എന്ന മീഡിയ ഉപയോഗിച്ചിട്ട് അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുചെന്നാൽ നമുക്ക് അരമണിക്കൂറിനുള്ളിൽ എത്തിപ്പെട്ടാൽ നമുക്ക് ആ പല്ല് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയായിരിക്കും ഏറ്റവും അഭികാമ്യമായ മെത്തേഡ്. പഴയ രീതിയിൽ തന്നെ ആ പല്ല് പുനഃസ്ഥാപിക്കാൻ സാധിക്കും. പക്ഷേ ചില സമയത്ത് ബോഡി അത് റിജക്റ്റ് ചെയ്യാൻ, അത് തിരസ്കരിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇത് ഡയറക്റ്റ് സാധാരണയായിട്ട് പല്ല് എല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുറച്ച് ഫൈബേഴ്സിൻ്റെ സഹായത്തോടെ, പെരിഡോണ്ടൽ ഫൈബേഴ്സ് ഞങ്ങൾ പറയും, ഫൈബേഴ്സിൻ്റെ സഹായത്തോടുകൂടി. പക്ഷേ ഇങ്ങനെ സംഭവിച്ച പല്ല്, ഇളകിപ്പോയ ഊരി മാറ്റപ്പെട്ട പല്ല് സാധാരണയായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യുമ്പോൾ എല്ലും പല്ലും തമ്മിൽ ഡയറക്റ്റാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ഉണ്ടാവുന്ന പോലെ തന്നെ ഡയറക്റ്റ് ആയിരിക്കും ഫ്യൂഷൻ സംഭവിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് പിന്നീട് ആ പല്ലെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ നടരാജൻ, ബോംബെന്നാ വിളിക്കുന്നത്. നടരാജൻ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഹലോ സർ. ഞാൻ ബോംബെന്നാ വിളിക്കുന്നത്. ഞാനിപ്പോൾ ഇംപ്ലാന്റ് ഇതിന് പോയിട്ടുണ്ട്. അതിന് എന്താ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ സ്റ്റിച്ച് ഇട്ടുണ്ട്. പക്ഷേ സ്റ്റിച്ച് ഇട്ട് വെച്ചാൽ ഇപ്പോൾ വേദനയില്ല, പക്ഷേ എനിക്കൊരു സെൻസേഷൻ ഉണ്ട്. അപ്പോൾ അത് എന്താണ്, സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലേ എന്താണ് എനിക്ക് പിടികിട്ടില്ല. ക്യാപ്പ് വെച്ചിട്ടില്ല, ക്യാപ്പ് വെക്കാൻ ടൈം ആവുമെന്ന് പറഞ്ഞു. ഓക്കെ. എത്ര നാളായി പല്ല് വെച്ച് ഇംപ്ലാന്റ് ചെയ്തിട്ട്? ഇംപ്ലാന്റ് വെച്ചിട്ട് ഒരു 10-15 ദിവസമായി. 15-20 ദിവസത്തിന് മേലെയായി. ഓൾമോസ്റ്റ് 3 weeks ആയി. ഓക്കെ. എവിടെയാണ്, ഏത് ഭാഗത്താണ് ഇംപ്ലാന്റ് ഇട്ടേക്കുന്നത്? റൈറ്റ് ഹാൻഡ് സൈഡ് ബോട്ടം, വലത്തെ സൈഡില് ചോട്ടിലാണ്. ഒന്നുകൂടെ പറയാമോ? മനസ്സിലായില്ല. വലത്തെ സൈഡില് കടവപ്പല്ലിന്റെ അടുത്തായിട്ട് അവിടെ ആ സൈഡിലാണ്. ഓക്കെ. സാധാരണയായിട്ട് ഇംപ്ലാന്റ് ഇടുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് ശ്രദ്ധിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ഒന്നെന്ന് വെച്ചാൽ പല്ല് താഴത്തെ കീഴ്ത്താടിയിൽ ഞരമ്പ് പോകുന്നുണ്ട്, അതിൻ്റെ മുകളിലായിട്ടായിരിക്കും സാധാരണ നമ്മൾ ഇടുന്നത്. അന്നേരം അതിനോട് ചേർന്നിട്ടുള്ള പോർഷനിലാണ് ഇംപ്ലാന്റ് വരുന്നതെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് ചെറിയ ഒരു സെൻസേഷൻ തന്നെ ഉണ്ടാവും. രണ്ടാമത് അത് മാത്രമല്ല, ഇംപ്ലാന്റ് ചെറിയ ഹോളിൽ ഇച്ചിരി വലിയ സൈസാണ് എപ്പോഴും സ്ക്രൂ യൂസ് ചെയ്യുന്നത്, കാരണം ടൈറ്റായിട്ട് പിടിച്ചിരിക്കാൻ വേണ്ടി. അന്നേരം അതിൻ്റെ ഒരു ഇനിഷ്യൽ പ്രഷർ സാധാരണയായിട്ട് ചിലർക്ക് കാണാറുണ്ട്. ഇതായിരിക്കാം ഇതിൻ്റെ കാരണം. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്ക് കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. പല്ല് മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സാ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, പല്ല് നഷ്ടപ്പെടുകയാണെങ്കിൽ, പൂർണ്ണമായിട്ടും പല്ല് മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ, വായിൽ നിന്ന് മൊത്തം പല്ലും പോകുന്ന ഒരവസ്ഥയിൽ എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ? അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. സാധാരണയായിട്ട് നമുക്ക് 2 രീതിയിലാണ് അവിടെയും ചികിത്സ വരുന്നത്. ഒന്ന്, ഊരിയെടുക്കുന്ന തരം ഇംപ്ലാന്റ്സ്, അത് ഓവർ ഡെഞ്ചേഴ്സ് എന്ന് പറയും, ഇംപ്ലാന്റ് ഓവർ ഡെഞ്ചേഴ്സ്. രണ്ടാമത്തെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്, അത് സ്ഥിരമായിട്ട് ഉറപ്പിച്ചു വെക്കുന്നത്. ഊരിയെടുക്കുന്ന തരം ഇംപ്ലാൻസ് ആണെങ്കിൽ താഴത്തെ കീഴ്ത്താടിയിൽ 2 തൊട്ട് 4 വരെ ഇംപ്ലാൻസും, അത് സാധാരണയായിട്ട് കോമ്പലിരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പുറകിൽ കടവപ്പല്ലിരിക്കുന്ന ഭാഗത്തും 2 സൈഡിലും അങ്ങനെ 2 വീതമാണ് ഇടുന്നത്. അതേപോലെ തന്നെ മുകളിലും 4 എണ്ണം. ഇതാണ് 2 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണം വരെ നമുക്ക് സാധാരണയായിട്ട് ഊരിയെടുക്കുന്ന പല്ലുകൾക്ക് ഉപയോഗിക്കാം.
അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുന്ന ഓപ്ഷനും 4 ഇംപ്ലാൻസ് കൊണ്ട് നമുക്ക് ഫുൾ മൗത്ത് മൊത്തം പല്ല്, അതായത് മേളിൽ 12 പല്ലും താഴെ 12 പല്ലുമായിട്ട് നമുക്ക് 4 ഇംപ്ലാന്റുകൾ ഇടാം. അതിന് ഓൾ ഓൺ 4 എന്ന് പുതിയൊരു ലേറ്റസ്റ്റ് ടെക്നിക്കാണ്. അത് 2 ഇംപ്ലാന്റ്, സാധാരണ ഇംപ്ലാന്റ് നേരെയാണ് ഇടുന്നത്. ഈ ഒരു കണ്ടീഷൻ 2 ഇംപ്ലാന്റ് ചരിച്ചിട്ടിട്ട് മൊത്തം പല്ലുകൾ അതിൽ ഫിക്സ് ചെയ്യാം. ഇല്ല എങ്കിൽ നമുക്ക് 8 ഇംപ്ലാന്റ്സ് വരെ മേളിലും അതുപോലെ തന്നെ താഴെ 8 ഇംപ്ലാന്റ്സ്. പക്ഷേ ഇതിനൊക്കെ ആധാരം എത്രമാത്രം എല്ല് ഉണ്ട് എന്നൊന്ന് ആദ്യമേ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിന് ഒരു OPG എന്ന് പറഞ്ഞൊരു എക്സ്റേ എടുക്കേണ്ടി വരും. അത് എല്ലിൻ്റെ ക്വാളിറ്റി, രണ്ടാമത്തെ ക്വാളിറ്റി എത്രമാത്രം എല്ല് സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്ന് അറിയണം. ഈ 2 കാര്യങ്ങളെ ഫാക്ടറെ ബേസ് ചെയ്തിട്ടാണ് സാധാരണയായിട്ട് നമ്മൾ എത്ര ഇംപ്ലാൻസ് ഇടുന്നതിന് ഡിസൈഡ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, കൊല്ലത്ത് നിന്ന് മായയാണ്. മായ, ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഗുഡ് ആഫ്റ്റർനൂൺ. സാറ്, എനിക്ക് 32 വയസ്സുണ്ട്. എൻ്റെ പല്ലൊരു 18 വർഷം മുമ്പ് ഇങ്ങനെ ഫിക്സഡ് അപ്ലയൻസ് ഇട്ടിരുന്നു, കമ്പി ഇട്ടിരുന്നു. അപ്പൊ എല്ലാം നല്ലതായിട്ടൊക്കെ താന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു 2 വർഷത്തിനകമായിട്ട് നല്ല മോണയ്ക്ക്, താഴത്തെ മോണയ്ക്കൊക്കെ നല്ല പെയിൻ, അങ്ങ് ഉള്ളിൽ, ഏറ്റവും ഉള്ളിൽ അകത്തായിട്ട് നല്ല പെയിനൊക്കെയാണ്. പിന്നെ ഇപ്പൊ ഒരു 2-3 മാസത്തിനകം മോണ ഇങ്ങനെ അകത്ത പല്ലിന്റെ താഴത്തെ രണ്ടും വിട്ട് നിൽക്കുക, ഗ്യാപ്പായിട്ട്. പിന്നെ നല്ല അങ്ങനെ എത്ര നമ്മള് ബ്രഷൊന്നും തൊടാൻ പറ്റത്തില്ല, ഭയങ്കര ബ്ലീഡിങ് ആണ്. തൊടുന്നതിന് മുമ്പേ അങ്ങ് ബ്ലഡിങ് വരും, നല്ല പെയിനും ഉണ്ട്. അപ്പൊ 2-3 സ്ഥലത്ത് കാണിച്ചായിരുന്നു. അപ്പം സ്കെയിലിങ്ങും ക്ലീനിങ് ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ നല്ല ഒരു സ്മെല്ലും ഉണ്ട് ഭയങ്കരമായിട്ട്. ഇങ്ങനെ പൊങ്ങിയിരിക്കുക മോണയ്ക്ക് അകവേ, പല്ലിങ്ങനെ വിട്ടിട്ട്. പേടി എനിക്ക്. സാധാരണയായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കാണുന്നത് മോണരോഗത്തിൻ്റെ ഭാഗമാണ്. ആദ്യമേ കാണേണ്ടത് ഒരു പെരിഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞ മോണരോഗ വിദഗ്ധ അല്ലെങ്കിൽ വിദഗ്ധനെയാണ് കാണേണ്ടത്. സാധാരണ പല്ലിൻ്റെ ചുറ്റിലും അഴുക്ക് പറ്റിപ്പിടി, പല്ലും മോണയും കൂടി ചേരുന്ന ഭാഗത്ത് അഴുക്ക് പറ്റിപ്പിടിച്ചിരുന്നിട്ടുണ്ടാകുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്നാണ് ബ്രഷ് ചെയ്യുമ്പം ബ്ലീഡിങ് ചെയ്യുക. സാധാരണ കേസിൽ നമ്മൾ ആരും അത് അധികം കാര്യമാക്കാറില്ല. അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജാണ് ഈ വായ്നാറ്റം അല്ലെങ്കിൽ പല്ല് കുലുക്കം ഉണ്ടാകുന്ന ഒരവസ്ഥ. പല്ല് കുലുക്കം ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് നിൽക്കുന്ന പല്ല് നിലനിർത്താൻ സാധിക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു എക്സ്റേയുടെ സഹായത്തോടു കൂടി ഒരു വിദഗ്ധനെ തേടണം. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, പല്ല് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് തന്നെ പറഞ്ഞപ്പോൾ പ്രായമായവരിലെ പല്ല് മോണയിൽ നിന്നും പൂർണ്ണമായിട്ടും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിൽ വീണ്ടും പല്ല് വെക്കാറുണ്ട്. മിക്കവരും ഊരി മാറ്റുന്ന പല്ലുകളുമായിരിക്കും വെക്കുന്നത്. അതിനുള്ള ചികിത്സ എങ്ങനെയാണ്? അവർക്ക് പെർമനൻ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന പല്ലുകളുണ്ടോ? തീർച്ചയായിട്ടും അത് സാധിക്കും. സാധാരണയായിട്ട് ഊരി മാറ്റുന്ന പല്ലുകൾക്കുള്ള ഏറ്റവും വലിയ ഡ്രോബാക്ക്, ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ഒരു സൈഡിൽ നമ്മൾ ഫോഴ്സ് കടിക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് ഇളകും. അവർക്ക് ഒരിക്കലും രുചിയോടുകൂടി ഒരു ആഹാരം കഴിക്കാൻ സാധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം വായ്ക്കുള്ളിൽ ഒരു വലിയൊരു പ്ലേറ്റ് പോലെ അതാണ് ഡെഞ്ചർ എന്ന് പറയും, ഡെഞ്ചറിനൊരു പ്ലേറ്റ് ഉണ്ടാവും. അന്നേരം അവർക്ക് രുചിയോടുകൂടി രുചി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കുറച്ചേറെ ബുദ്ധിമുട്ടുണ്ട് സാധാരണ സെറ്റുകൾക്ക്. ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഡെൻ്റൽ ഇംപ്ലാൻസ്. നേരം താഴെയുള്ള എവിടെയൊക്കെ എല്ലാം നമുക്ക് അവൈലബിൾ ബോൺ എവിടെയൊക്കെയാണോ ഉള്ളത് ആ ഏരിയയിലെല്ലാം നമുക്ക് ഇംപ്ലാൻസ് പ്ലേസ് ചെയ്ത് 2 രീതിയിലും നമുക്കവിടെ ചെയ്യാം. ഊരിയെടുക്കുന്ന മാർഗ്ഗത്തിലുള്ള ഇംപ്ലാൻസ് സപ്പോർട്ടഡ് ഡെഞ്ചേഴ്സോ അതല്ല എങ്കിൽ ഫിക്സ് ചെയ്ത ഇംപ്ലാൻസോ ചെയ്യാം. അത് ഏജ് ഒരു ഫാക്ടറല്ല. 18 വയസ്സിന് ശേഷം ഹെൽത്തി ആയിട്ടുള്ള ആർക്കും നമുക്ക് ഇംപ്ലാൻസ് ചെയ്യാൻ സാധിക്കും. 80-90 വയസ്സായാലും ചെയ്യാൻ പറ്റും. ആളുടെ ഫിസിക്കൽ കണ്ടീഷൻ നല്ലതാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഏജ് ഒരു ഘടകമേ അല്ല, നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, ഈ ചികിത്സാ രീതികളിലേക്കൊക്കെ എത്തുന്നത് പല്ലിൻ്റെ സംരക്ഷണം കുറവുള്ള സമയത്താണ്. പല്ലുകൾ സംരക്ഷിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം പല്ല് ബ്രഷ് ചെയ്യുക. ആഹാരത്തിന് ശേഷം ബ്രഷ് ചെയ്യുക. എപ്പോഴൊക്കെ ആഹാരം കഴിച്ചു അപ്പോഴൊക്കെ ബ്രഷ് ചെയ്യുക. അതാണ് അതിൻ്റെ കറക്റ്റ് മെത്തേഡ്. അറ്റ്ലീസ്റ്റ് രാവിലെയും രാത്രിയിൽ നിർബന്ധമായിട്ടും ബ്രഷ് ചെയ്തിരിക്കണം. രണ്ടാമത് ചെയ്യാൻ സാധിക്കുന്ന കാര്യം പല്ലിൽ എപ്പോൾ ആഹാരം കഴിച്ചാലും പല്ല് വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക. മൂന്നാമത് സമീകൃത ആഹാരം, അതായത് ഫൈബർ അടങ്ങിയ ഫുഡ് സ്റ്റഫ്സ് കഴിവതും ഉപയോഗിക്കുക. അല്ലാത്തത് ഒട്ടിപ്പിടിക്കുന്നതായ ഫുഡ് സ്റ്റഫ്സ് കഴിവതും മാറ്റിവെക്കുക. നാലാമത് ഡോക്ടേഴ്സിനെ കാണുക. അതായത് ഓറൽ കെയർ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഒരു 6 മാസം തൊട്ട് 8 മാസം കൂടുമ്പോഴും ഒരു ഡോക്ടർ, അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് വായിൽ ഒരു പ്രൊഫഷണൽ ക്ലീനിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ ക്ലീനിങ് തന്നെ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. തന്നെയുമല്ല അതുപോലെ തന്നെ തുപ്പലിൻ്റെ ചില പ്രായമാകും തോറും തുപ്പലിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ട് ചിലർക്ക് പല്ല് ഈ ഫുഡുമായിട്ട് മിക്സ് ചെയ്ത് പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. അന്നേരം അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഒരു എബോവ് 35 ശേഷം 35 വയസ്സിന് ശേഷം ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 6 മാസത്തിന് 8 മാസത്തിനിടയ്ക്ക് ഡെൻറ്റിസ്റ്റിനെ കണ്ടിരിക്കണം. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. പല്ല് മാറ്റിവെക്കലിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നമസ്കാരം.